അണക്കര മോണ്ട്ഫോർട്ട് സ്കൂളിൽ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള ലീഡേഴ്സിന്റെ സ്ഥാനാരോഹണം നടന്നു. വിദ്യാർത്ഥികൾ ബാലറ്റ് പേപ്പറിലൂടെയും വോട്ടിംഗ് മെഷീനിലൂടെയും തെരഞ്ഞെടുത്ത ലീഡർമാരാണ് ചടങ്ങിൽ ചുമതലയേറ്റത്. ഇൻവെസ്റ്റ് ടീച്ചേഴ്സ് സെറിമണി എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി പീരുമേട് എക്സൈസ് ഇൻസ്പെക്ടറും എക്സൈസ് അഡീഷണൽ ഇൻചാർജുമായ രാഹുൽ രാജ് ഉദ്ഘാടനം ചെയ്തു. പുതിയ നേതൃത്വത്തിന് അദ്ദേഹം സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പുതിയ തലമുറ മദ്യം, മയക്കുമരുന്ന് എന്നിവയിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. നമ്മുടെ ചെറുപ്പക്കാരായ എല്ലാവരും ഒരു മയക്കുമരുന്ന് അതുപോലെ അടിമപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത്. എനിക്ക് എല്ലാ മക്കളോട് പറയാനുള്ളത്, നമ്മുടെ ലക്ഷ്യം നമ്മുടെ ജീവിതമാണ്. ജീവിതമാകട്ടെ നമ്മുടെ ലഹരി. നമ്മളെ വളർത്തിവിട്ട മാതാപിതാക്കളോടും അധ്യാപകരോടും ഒരു ബഹുമാനവും സ്നേഹവും അവരുടെ കരുതലോടുകൂടി വളർന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഭാവിയുടെ നല്ല വാഗ്ദാനങ്ങളായി മാറുവാൻ കഴിയുകയുള്ളൂ എന്ന് മാത്രം ഞാൻ പറയുകയാണ്. നിങ്ങളുടെ കൂട്ടുകാരെ തെരഞ്ഞെടുക്കുന്ന അവസരത്തിൽ നിങ്ങൾ നല്ല ഇക്കഴിഞ്ഞ ബി.എഡ് പരീക്ഷയിൽ MG സർവകലാശാലയിൽ നിന്നും 1ാം റാങ്ക് കരസ്ഥമാക്കിയ മുൻ വിദ്യാർത്ഥി കൂടിയായ നമിത എൽസ വർഗീസിനെ ചടങ്ങിൽ ആദരിച്ചു. പ്രിൻസിപ്പാൾ ബ്രദർ ഇഗ്നേഷ്യസ് ദാസ് എൽ മുഖ്യപ്രഭാഷണം നടത്തി. ബ്രദർ സൂസൈ രാജ്, ബ്രദർ അഗസ്റ്റിൻ രാജ്, ബ്രദർ ഇഗ്നേഷ്യസ്, വൈസ് പ്രിൻസിപ്പൽ ബേബി ജോസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ വിഭാഗങ്ങളിലായി 30 ലീഡേഴ്സാണ് ചാർജ് ഏറ്റെടുത്തത്. അധ്യാപകരായ ജോബിൻ, ഷീന ജോസഫ്, കായികാധ്യാപകരായ സിനു ജോണി, ബിൻസി, ഭാസ്കര, ഗോപിനാഥൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അണക്കര.